നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോള് പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലാണ്. മറ്റൊരാൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കരയുകയും മറ്റൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുകയും മറ്റൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. നിങ്ങൾ വിചാരിക്കും അച്ഛൻ എന്ത് തേങ്ങയാണ് ഈ പറയണതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്? മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പ്രവൃത്തികൾ കാണുമ്പോൾ അതിനോടുള്ള റിയാക്ഷനാണ് നമ്മുടെ ദേഷ്യം. നമ്മളെപ്പോഴാണ് ശാപവാക്കുകൾ പറയുന്നത്? മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യുകയോ ഒക്കെ നടക്കുമ്പോഴാണ് അതിനുള്ള റിയാക്ഷനായിട്ട് നമ്മൾ അത്തരത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് സുവിശേഷത്തിൽ ഒരർത്ഥത്തിൽ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ റിമോട്ട് കൺട്രോള് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ആ റിമോട്ട് കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട സ്വിച്ച് അല്ലെങ്കിൽ ബട്ടൺ എന്ന് പറയുന്നത് ഡിസേൺമെൻ്റാണ്, വിവേചിച്ച് അറിയാനായിട്ടുള്ള കഴിവാണ്. നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ഇൻസ്റ്റിങ്റ്റീവായിട്ട് തിരിച്ച് ദേഷ്യപ്പെടുന്നതല്ല, നേരെമറിച്ച് നമുക്ക് ഡിസേൺ ചെയ്യാനായിട്ട് പറ്റണം, വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. എന്താണ് ഡിസേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളോടൊരാൾ ഒരു തരത്തിൽ പെരുമാറുമ്പോൾ അതിനോടുള്ള തിരിച്ചുള്ള നമ്മുടെ റെസ്പോൺസ് ഒരുപാട് സാധ്യതകളുണ്ടാവും. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റിങ്റ്റീവായിട്ട് തിരിച്ച് ദേഷ്യപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇതാകെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്, ഇത് കഴിഞ്ഞിട്ട് ഈ ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അതുമല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പല സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യതകളെ പറ്റിയൊക്കെ ചിന്തിക്കാനും ആ സാധ്യതകളിൽ യേശുവിന് ചേർന്ന സാധ്യത തിരഞ്ഞെടുക്കാനും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് ഡിസേൺമെൻറ്റ്, വിവേചിച്ചറിയുക എന്ന് പറയുന്നത്. ആ ബട്ടണാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള ഈശോയുടെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ നേരത്തെ റിമോട്ട് കൺട്രോളിനെ പറ്റി പറഞ്ഞു. റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ ചില സമയത്ത് ഈ റിമോട്ട് കൺട്രോളിലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണ്? ബാറ്ററി വീക്കായതുകൊണ്ടാണ്. നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെടുന്നവർക്കാണ് ഈ ഡിസേൺമെൻറ്റ് പ്രോസസ്സ് വിവേചിച്ചറിയാനായിട്ട്, അത് പെട്ടെന്ന് വിവേചിച്ചറിയാനായിട്ട് എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ളത്, അതിലേതാണ് യേശുവിൻ്റെ സാധ്യത, യേശുവിൻ്റെ രീതി എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ബാറ്ററി എപ്പോഴും നല്ല ചാർജായിട്ട് നിൽക്കുമ്പോഴാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കുക.